നമസ്കാരം. ബിനോജ് മാഷ് മേസി ടോക്സിന്റെ പുതിയ വർത്തമാനത്തിലേക്ക്, പുതിയ വിശേഷങ്ങളിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക്, പ്രേക്ഷകർക്ക്, കുടുംബാംഗങ്ങൾക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ ചെറിയൊരു വർത്തമാനവുമായിട്ടാണ് വന്നിട്ടുള്ളത്. അത് മറ്റൊന്നുമല്ല, ചെറുപ്പത്തിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്നുള്ളത്. അതിനെ ഞാനൊന്ന് മാറ്റി പറയാണ് ഈ വർത്തമാനത്തിലൂടെ. കണ്ണാടി നന്നായി കഴിഞ്ഞാൽ ചങ്ങാതി വേണ്ട എന്നുള്ളതാണ്. അതെന്താ അങ്ങനെ? കണ്ണാടി നന്നായി കഴിഞ്ഞാൽ ചങ്ങാതി വേണ്ട എന്നുള്ളത് അല്ലേ? നമ്മളെല്ലാവരും കണ്ണാടി നോക്കുന്നവരാണ് അല്ലേ? നമ്മളുടെ മുഖം അല്ലേ? നമ്മളുടെ എഴുത്തച്ഛൻ്റെ മനോഹരമായ വരികളിൽ അദ്ദേഹം പറയുന്നുണ്ട്, കണ്ണാടി കൺപോളവും തന്നെ മുഖമേറ്റം എത്രയും നന്നെന്ന് നിരൂപിക്കും എത്രയോ വിരൂപന്മാർ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം എഴുതി വെക്കുന്ന കവിതാശകലങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമ്മൾ മാനസികമായി അല്ലെങ്കിൽ മനഃശാസ്ത്രപരമായിട്ടാണ് ഇതിനെ ഒന്ന് നമ്മൾ തിരുത്തി വായിക്കുന്നത്. കണ്ണാടി നന്നായാൽ ചങ്ങാതി വേണ്ട എന്നുള്ളതാണ്. ചങ്ങാതി വേണ്ട എന്നുള്ള ഒരു തെറ്റായ വ്യാഖ്യാനത്തിലേക്കൊന്നും അല്ല ഇതിനെ നമ്മൾ കൊണ്ടുപോകേണ്ടത്, അല്ലെങ്കിൽ ഇതിനെ കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു തലത്തിലേക്കല്ല. അതിനപ്പുറത്തേക്ക് നമുക്കറിയാം കണ്ണാടി നമ്മളുടെ ഏറ്റവും വലിയൊരു സുഹൃത്ത് തന്നെയാണ് അല്ലേ? നമ്മൾ എന്താ പറയുക, കണ്ണാടിയിൽ നോക്കി നമ്മളുടെ മുഖമൊക്കെ മനോഹരമായി നോക്കാറുണ്ട്, മുഖം മിനുക്കാറുണ്ട്, കണ്ണ് എഴുതാറുണ്ട്, പൊട്ട് തൊടാറുണ്ട് അല്ലേ? നമ്മളുടെ എല്ലാ സൗന്ദര്യ ബോധവും എല്ലാം നമ്മൾ കൂടുതലായി ആസ്വദിക്കുന്നത് കണ്ണാടിയുടെ മുമ്പിൽ നിന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് ഈ ഒരു കണ്ണാടിയെ പറ്റിയല്ല. ഞാനിവിടെ കണ്ണാടി നന്നായാൽ ചങ്ങാതി വേണ്ട എന്ന് പറയുന്നത് നമ്മളുടെ മനസ്സാകുന്ന കണ്ണാടിയെ പറ്റിയാണ്. ആ കണ്ണാടിയാണ് നമുക്ക് വേണ്ടത്. ആ കണ്ണാടിയിലേക്ക് നമ്മൾ നോക്കാറുണ്ടോ എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ നമ്മളുടെ സുഹൃത്തായ കണ്ണാടിയിലേക്ക് നോക്കി കണ്ണും മൂക്കും നാവും ചെവിയും ഒക്കെ നോക്കുന്നത് പോലെ നമ്മളുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് നമ്മൾ കണ്ണാടി എന്ന രീതിയിലേക്ക് നോക്കാറുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ ആരും നോക്കാറില്ല എന്നുള്ളതാണ്. മനഃശാസ്ത്രം ഇതിനെ ഒരു ഇൻട്രോസ്പെക്ഷൻ, ആത്മപരിശോധന എന്നൊക്കെയാണ് പറയാറുള്ളത്. നമ്മളിലേക്ക് നോക്കുന്നത് എവിടേക്കാണ് നോക്കേണ്ടത് എന്നുള്ളതല്ലേ? നമ്മളുടെ തോട്ട്സിലേക്ക്, നമ്മളുടെ ചിന്തകളിലേക്ക്, നമ്മളുടെ ഇമോഷൻസ് അഥവാ നമ്മളുടെ ഫീലിങ്സ് അഥവാ നമ്മളുടെ വികാരങ്ങളിലേക്ക്, അതുപോലെ തന്നെ നമ്മളുടെ ബിഹേവിയറിലേക്ക് പലപ്പോഴും നമ്മൾ ആരും തിരിഞ്ഞു നോക്കാറില്ല എന്നുള്ളതാണ്. ഇന്നു മുതൽക്ക്, ഇത് കേട്ട ഈ സമയം മുതൽക്ക് കണ്ണാടി നന്നായാൽ ചങ്ങാതി വേണ്ട ഈ ഒരു ആശയത്തിലൂടെ നമുക്കുണ്ടാവുന്ന പേഴ്സണൽ ഗ്രോത്ത് എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും കേട്ടോ. നിങ്ങൾ ഉറപ്പിച്ചോ, ഇതെൻ്റെ ജീവിതത്തിലൂടെ ഞാൻ അനുഭവിച്ചറിഞ്ഞ കാര്യമാണ്. ഒരു സൂത്രമാണ് എൻ്റെ പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മളുടെ ചിന്തകൾ നമ്മൾ പലപ്പോഴും പരിശോധിക്കാറില്ല എന്നുള്ളതാണ്. നമ്മളുടെ വികാരങ്ങൾ നമ്മൾ ഒരിക്കലും പരിശോധിക്കാറില്ല എന്നുള്ളതാണ്. നമ്മളുടെ പെരുമാറ്റങ്ങൾ നമ്മൾ ഒരിക്കലും പരിശോധിക്കാറില്ല എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഉണ്ടാവുന്നൊരു മെച്ചമുണ്ടല്ലോ. ആ നമ്മളുടെ ഇമോഷൻസിനെ, നമ്മളുടെ തോട്ട്സിനെ, നമ്മളുടെ ബിഹേവിയറിനെ, നമ്മളുടെ പെരുമാറ്റത്തെ, നമ്മളുടെ വികാരത്തെ, നമ്മളുടെ ചിന്തകളെ നമ്മൾ തന്നെ പരിശോധിക്കുമ്പോൾ ഉണ്ടാവുന്ന മെച്ചങ്ങളുണ്ടല്ലോ. എന്തൊക്കെയാണ് അതിൻ്റെ മെച്ചം എന്നുള്ളതല്ലേ? അതിൻ്റെ ഏറ്റവും വലിയ മെച്ചം എന്ന് പറയുന്നത് നമുക്ക് സെൽഫ് അവയർനെസ് ഉണ്ടാവും. നമ്മൾ ആരാണ് എന്ന ധാരണയിലേക്ക് നമുക്ക് എത്താൻ പറ്റും. നമുക്ക് വ്യക്തിത്വ വികാസം, പേഴ്സണൽ ആയിട്ടുള്ള ഗ്രോത്ത്, നമ്മൾ ഒരുപാട് ക്ലാസ്സുകളിലൂടെയും ഒരുപാട് പുസ്തകങ്ങളൊക്കെ വായിക്കുന്നത് വളരെ വളരെ നല്ലതാണ്, ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നതൊക്കെ നല്ലതാണ്. പക്ഷെ ഇതൊക്കെ കൂടുതൽ ഫലവത്താവണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഒരു ആത്മപരിശോധന നമ്മൾ നടത്തണം എന്നുള്ളതാണ്. ഈ ഒരു പേഴ്സണൽ ഗ്രോത്ത് നമുക്ക് ഇതിലൂടെ നന്നായിട്ടുണ്ടാവും. നമുക്ക് സ്ട്രെസ്സുള്ള ആളുകളാണെങ്കിൽ, ടെൻഷനുള്ള ആളുകളാണെങ്കിൽ ആ ടെൻഷനൊക്കെ ഈ ഒരു പരിശോധനയിലൂടെ കുറഞ്ഞു വരുമെന്നുള്ളതാണ്. നമുക്ക് പുതിയ ഗോളുകൾ സെറ്റ് ചെയ്യാൻ പറ്റും. പുതിയ ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്യാനും അത് നേടിയെടുക്കാനും ഈ ഒരു ഇൻട്രോസ്പെക്ഷൻ സൂത്രം എന്ന് പറയുന്നത് നമ്മളെ എത്തിക്കും, നമ്മളെ അതിലേക്ക് സഹായിക്കും എന്നുള്ളതാണ്. ഇത് മാത്രമല്ല, നമുക്ക് ഇമോഷണൽ ഇന്റലിജൻസ് ഉണ്ടാക്കി തരും, നമ്മുടെ വൈകാരിക ബുദ്ധി വർദ്ധിപ്പിക്കും എന്നുള്ളതാണ്. ഇത് മാത്രമല്ല, നമ്മളുടെ ഈ പറയുന്ന ഒരു സവിശേഷത കൊണ്ട് നമുക്ക് ഡിസിഷൻ മേക്കിംഗ് സ്കില്ല്, തീരുമാനമെടുക്കാനുള്ള കഴിവാണ് ജീവിതത്തിലെ ഏറ്റവും വലുതെന്ന് പറയുന്നത്. അതിൻ്റെ ഉദാഹരണങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ കടക്കുന്നില്ല. പക്ഷേ ജീവിതത്തിലെ ഏറ്റവും വലുതെന്ന് പറയുന്നത് ഡിസിഷൻ മേക്കിംഗ് ആണ്. ആ ഡിസിഷൻ മേക്കിങ്ങിലേക്ക് വരെ നേരത്തെ ഞാൻ പറഞ്ഞ പരിശോധന നമ്മളെ സഹായിക്കും. നമ്മുടെ ആത്മപരിശോധന എന്നുള്ളതാണ്. അത് കേവലം ഒരു ഇൻട്രോസ്പെക്ഷൻ രീതിയിൽ മാത്രമല്ല ഞാനിവിടെ പറയാൻ ആഗ്രഹിച്ചത്. ഇന്നു മുതൽക്ക് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, നമ്മളുടെ ചിന്തകളെ, ഓരോ ദിവസത്തെയും നമ്മുടെ ചിന്തകളെ, ഓരോ ദിവസത്തിലൂടെയും കടന്നു പോകുമ്പോൾ നമുക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ, അതിലെ വികാരങ്ങളെ, നമുക്ക് ഓരോ ദിവസത്തിലൂടെയും സഞ്ചരിക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള നമ്മുടെ പെരുമാറ്റങ്ങളെ നമ്മളൊരു പുസ്തകത്തിലേക്ക്, ഒരു ജേണലിലേക്ക് മാറ്റി എഴുതുന്നത് ഇന്നു മുതൽക്കൊന്ന് ശീലിക്കുക.
അപ്പൊ നമ്മൾ ഒരു കണ്ണാടി നോക്കുകയാണ്. ആ മനസ്സെന്ന കണ്ണാടിയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അവിടെ കാണുന്നത് നമ്മളുടെ കണ്ണ്, മൂക്ക്, ബാഹ്യ സൗന്ദര്യമല്ല, നമ്മളുടെ ചിന്തകളുടെ സൗന്ദര്യമാണ്, നമ്മളുടെ വികാരങ്ങളുടെ സൗന്ദര്യമാണ്, നമ്മളുടെ പെരുമാറ്റത്തിന്റെ സൗന്ദര്യമാണ്. എവിടെയെങ്കിലും ആ സൗന്ദര്യം നഷ്ടപ്പെടുന്നു എന്ന് നമുക്ക് തോന്നുമ്പോൾ, എവിടെയെങ്കിലും ആ സൗന്ദര്യം ഇല്ലാതാവുന്നു നമുക്ക് തോന്നുമ്പോൾ, അത് തിരിച്ചു പിടിക്കാനുള്ള മാർഗങ്ങൾ കൂടി നമ്മൾ ഒന്ന് ജേണൽ ചെയ്യാൻ വേണ്ടി തുടങ്ങുക. അപ്പോൾ സെൽഫ് റിഫ്ലക്റ്റീവ് ജേണൽ എന്നാണ് ഇതിനെ പറയുക. സെൽഫ് റിഫ്ലക്റ്റീവ് ജേണൽ, നമ്മളുടെ ആത്മപരിശോധനയുമായി ബന്ധപ്പെട്ട ഒരു കൈപ്പുസ്തകം ഇന്ന് മുതൽക്ക് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ കൈകളിൽ ഉണ്ടാവണം. ഓരോ ദിവസവും നമ്മൾ ഇടപെട്ടതിൽ ഉണ്ടായിട്ടില്ല നമ്മുടെ ഉള്ളിലേക്ക് വന്ന ചിന്തകളെ പറ്റിയുള്ള ചെറിയ കുറിപ്പുകൾ നമ്മൾ എഴുതി വെക്കണം. ആ ചിന്തകളിലെ ശരിയും തെറ്റും ഒന്ന് നമ്മൾ രേഖപ്പെടുത്തണം. ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഒന്നുകൂടി നന്നാക്കാമായിരുന്നു എന്ന ചോദ്യങ്ങൾ, നമ്മളോട് തന്നെ ചില ചോദ്യങ്ങൾ നമ്മൾ ഉയർത്തിക്കൊണ്ടേയിരിക്കണം. എൻ്റെ സമയം ഞാൻ സമർത്ഥമായി വിനിയോഗിക്കുന്നുണ്ടോ? എൻ്റെ ഓരോ പെരുമാറ്റവും മറ്റുള്ളവർക്ക് ഗുണകരമായി മാറുന്ന ഒന്നാണോ? എൻ്റെ പെരുമാറ്റം എനിക്ക് ഗുണകരമായി മാറുന്ന ഒന്നാണോ? എൻ്റെ മൂല്യബോധത്തോട് നീതീകരിക്കാവുന്ന രീതിയിലുള്ള പെരുമാറ്റമാണോ എൻ്റെ ഭാഗത്ത് ഉണ്ടാവുന്നത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങളുടെ ഉത്തരം കൂടി ഏറ്റവും ചുരുങ്ങിയ ഭാഷയിൽ ഈ ഒരു ജേണലിലൂടെ, ഈ ഒരു കൈപ്പുസ്തകത്തിലൂടെ നമ്മളൊന്ന് എഴുതാൻ തുടങ്ങിയാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന മാറ്റം എന്ന് പറയുന്നത് അത്രമേൽ വലുതാണ് കേട്ടോ. ഞാനിത് എൻ്റെ കൂട്ടുകാരോട്, എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കുമ്പോൾ 4 പുസ്തകം ഇങ്ങനെ എഴുതി തീർത്ത വലിയ പുസ്തകം, ഇതിനുവേണ്ടി ഞാൻ വാങ്ങുന്ന പുസ്തകം എന്ന് പറയുന്നത് അത്രമേൽ വലുതാണ്, ചെറുതൊന്നുമല്ല. ആ 4 പുസ്തകം എഴുതി തീർത്ത ഒരാളെന്നുള്ള നിലയ്ക്കാണ് എൻ്റെ കൂട്ടുകാരോട് അതിൻ്റെ ഗുണങ്ങൾ ഞാൻ പങ്കുവെക്കുന്നത്. തീർച്ചയായും ഈ ഒരു മനസ്സിൻ്റെ കണ്ണാടിയിലേക്ക് നമ്മളൊന്ന് നോക്കി അതിൽ നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെ, നമ്മളാക്കി മാറ്റുന്ന, അല്ലെങ്കിൽ നമ്മളെ കൂടുതൽ മികച്ച ഒരാളാക്കി മാറ്റുന്ന നമ്മുടെ ചിന്തകൾ, നമ്മുടെ വൈകാരിക തലങ്ങൾ, നമ്മുടെ പെരുമാറ്റ രീതികൾ ഒന്ന് പരിശോധിക്കുകയും ഇന്നു മുതൽക്ക് ഒന്ന് കുറിച്ചു വെക്കാനും തുടങ്ങുക. വലിയ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുമെന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവമുണ്ട്. അല്ലെ, എൻ്റെ മകനോട് അല്ലെങ്കിൽ നമ്മളുടെ മക്കളോട് നമ്മൾ ദേഷ്യപ്പെടുമ്പോഴൊക്കെ പലപ്പോഴും നമുക്കത് കഴിഞ്ഞാൽ തോന്നാറുണ്ട്, അയ്യോ ഇങ്ങനെ വേണ്ടായിരുന്നു എന്നുള്ളത്. നമുക്കറിയാം ഓരോ സമയത്തെയും നമ്മുടെ പെരുമാറ്റം എന്ന് പറയുന്നത്, അല്ലെ, ഏറ്റവും മികച്ച പെരുമാറ്റം എന്താണ്? NLP ഒക്കെ പറയുന്നത് അങ്ങനെയാണ്, അല്ലെ. എവരി ബിഹേവിയർ ഹാസ് എ പോസിറ്റീവ് ഇന്റൻഷൻ എന്ന് പറയുന്നത് NLP. എവരി ബിഹേവിയർ ഹാസ് എ പോസിറ്റീവ് ഇന്റൻഷൻ. എല്ലാം നമ്മുടെ പെരുമാറ്റത്തിന്റെ പുറകിലും ഒരു പോസിറ്റീവായ ഇന്റൻഷൻ ഉണ്ട്. ആ സമയത്ത് നമുക്ക് സ്വീകരിക്കാൻ കഴിയാവുന്ന ഏറ്റവും നല്ല പെരുമാറ്റം തന്നെയായിരിക്കും അത്. പക്ഷെ അതൊന്ന് പരിശോധിക്കുക കൂടി ചെയ്യുമ്പോൾ നമുക്കത് ഇങ്ങനെ കൂടി ചെയ്യാമായിരുന്നു എന്നൊരു തോന്നൽ നമുക്ക് ഉണ്ടാക്കി തരാൻ ഈ സെൽഫ് റിഫ്ലക്റ്റീവ് ജേർണലിങ്ങിലൂടെ നമുക്ക് കഴിയും എന്നുള്ളതാണ് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ. ഈ ഒരു സെൽഫ് റിഫ്ലക്റ്റീവ് ജേർണൽ എന്നുള്ളത് ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായും ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ നമ്മളെ തേടിയെത്തും എന്നുള്ളത് ഉറച്ച് വിശ്വസിച്ചോളൂ. എന്തായാലും ഇത്തരം വിശേഷങ്ങൾ നമുക്ക് ഇനിയുള്ള വീഡിയോയിലും ഇനിയുള്ള വർത്തമാനത്തിലും കൂടുതലായി പങ്കുവെക്കാം. ഈ ശകലങ്ങളൊക്കെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക്, പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. ഇത് മികച്ചതാണ്, മൂല്യമുള്ളതാണ് എന്ന് തോന്നുകയാണെങ്കിൽ കൂട്ടുകാർക്കായി പങ്കുവെക്കുക. മറ്റൊരു വിശേഷവും വാർത്തയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.